ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ ബോക്സ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊറിയർ വന്നിട്ടുണ്ടായിരുന്ന ബോക്സ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ അതിന്റെ മേളിൽ ആ ഓപ്പണിങ്ങിലുള്ള ആ കാർഡ്ബോർഡ് പീസ് ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. ഇങ്ങനെ ഉള്ളിലേക്ക് ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ടിഷ്യൂ പേപ്പറും, പിന്നെ ഇത് നമ്മുടെ ഫെവിക്കോളിനകത്ത് വെള്ളം മിക്സ് ചെയ്തതാണ് കേട്ടോ. റേഷ്യോ ഒന്നും ചോദിക്കരുത്. കുറച്ച് ഫെവിക്കോൾ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. എന്നിട്ട് അതിങ്ങനെ അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് മുകളിൽ വീണ്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത്, ആ ഗ്ലൂ മീൻസ് വെച്ചേക്കുന്ന ആ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ പതുക്കെ ചെയ്യണം. ഞാനിപ്പോൾ ടൈം ലാപ്സിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര സ്പീഡിൽ കാണുന്നത്. ഇല്ലെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ വളരെ പതുക്കെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ട് ഇതുപോലത്തെ ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ 4 സൈഡും ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിന്റെ താഴ്ഭാഗത്ത് ചെയ്തെടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. ഇതിന് 4 സൈഡും ഇതുപോലെ ടിഷ്യൂ പേപ്പറും പശയും ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ നോർമൽ ചാർട്ട് പേപ്പർ ഇല്ലേ, അത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്നു വേണ്ട, വെള്ളമായിട്ട് നോർമലായിട്ട് ഗ്ലൂ അങ്ങ് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ 4 സൈഡും. അങ്ങനെ 4 സൈഡും ടിഷ്യൂ പേപ്പർ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് കുറച്ച് ഡിസൈനിങ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ക്ലേ എടുത്ത് പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉപയോഗിക്കുന്ന കട്ടറെല്ലാം ഞാൻ എവിടെ നിന്നാണ് മേടിച്ചത്, എത്ര രൂപയായെന്നുള്ളതൊക്കെ ഞാൻ ഇതിനു മുമ്പിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റ് ആണോ എങ്ങനെയാണെന്നുള്ളത് പറയാമെന്ന്. അപ്പോൾ ആദ്യം അങ്ങോട്ട് ചെയ്തപ്പം എന്താണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് ഇതുപോലെ ഈ ബട്ടർഫ്ലൈ ചെയ്തപ്പോഴാണ് അതിനകത്തുനിന്ന് ഇങ്ങനെ ഇളകി വരുന്നത് കണ്ടപ്പോഴാണ് എന്താണ് ഇതിന്റെ ശരിക്കുള്ള വർക്കിംഗ് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ശരിയായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്ലേ പരത്തിയെടുത്തപ്പോൾ വളരെ കട്ടി കുറച്ചാണ് കേട്ടോ ഞാൻ പരത്തിയത്. അപ്പോൾ കട്ടി കൂടിയ സൈഡിൽ നിന്നാണ് ബട്ടർഫ്ലൈ വന്നത് അതുപോലെ കറക്റ്റ് ആയിട്ട്. സോ നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കട്ടിക്ക് ക്ലേ പരത്തിയെടുക്കുക, എങ്കിൽ മാത്രമേ സംഭവം കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ക്ലേ എല്ലാം കൂടെ ഒന്നും കൂടെ എടുത്ത് നല്ലപോലെ കട്ടിയിൽ പരത്തി എടുത്തിട്ട് ഇതുപോലെ കട്ടർ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഉണ്ട് സംഭവം നല്ലതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്ലേ ഉപയോഗിച്ച് നമ്മൾ നോർമലായിട്ട് ഇത് കട്ടറൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ കൈ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ അറിയാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇതൊരു ഹെൽപ്പായിരിക്കും. അല്ലാതെ അങ്ങനെ മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് എന്നൊന്നും പറയാനുള്ളതില്ല കേട്ടോ ഇത്. അങ്ങനെ ക്ലേയും കട്ടറും തമ്മിലുള്ള യുദ്ധത്തിനൊടുവിൽ ഞാൻ ഇതുപോലെ കുറേ ഷേപ്പുകൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ താഴെ കാണുന്ന ബോളുള്ള സംഭവങ്ങളില്ലേ, അത് ഞാൻ കൈവച്ച് ഉരുട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഇതിലേക്ക് ഫെവിക്കോള് തേച്ചിട്ട് നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലും ഒരു താഴെ ബേസിൽ ഒട്ടിച്ച പോലെ ഒരു ഷേപ്പ് അതിൻ്റെ മുകളിൽ ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഫുള്ളാ ഒരു വൈറ്റ് കളർ, ആ ക്ലേ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഒരു വൈറ്റ് കളർ ബേസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആയി പോകും. സാധാ അക്രിലിക്കിൻ്റെ വൈറ്റ് കളർ പെയിൻറ്റും ബ്രഷ് ഉപയോഗിച്ചാണ് കേട്ടോ മൊത്തത്തിൽ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് വെച്ചിട്ട് അത് ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പെയിന്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് ഡ്രൈ ആയിട്ടില്ല കേട്ടോ, നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.